ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊണ്ടയിൽ ഐസ് കുടുങ്ങി. അപ്പോൾ ഒരു തോട്ട് വന്നേ, എന്തേലും പറഞ്ഞാൽ ഈ ഗെയിം കളിക്കലല്ലേ എന്നുള്ളൊരു ചോദ്യം അപ്പം വരും. അതുകൊണ്ടാണെന്നും പറയാനേ. വെറും പുച്ഛമായിരുന്നല്ലേ? വെറും പുച്ഛായിരുന്നു. പഠന വൈകല്യം ഉണ്ടെന്ന് പറഞ്ഞ രക്ഷിതാക്കൾ ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തൊരു കുട്ടി. പക്ഷേ അവന്റെ വഴി, അവന്റെ കഴിവ് അതെന്തിലാണെന്ന് അവൻ കൃത്യമായി തിരിച്ചറിഞ്ഞു. ഇന്നവൻ നേടിയെടുത്തത് അമേരിക്കയിലെ ജോർജ് മേഴ്സൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ്. ഞാൻ 4 എഴുതിയണേ. ഫസ്റ്റത്തത് ക്വാണ്ടം റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞ പേപ്പറായിരുന്നു. പിന്നെ ഹാബേലിയൻ ബൗണ്ടറി എന്ന് പറഞ്ഞ വേറൊരു പേപ്പറായിരുന്നു. പിന്നെ സൂപ്പർ ബോസോണിക് സ്ട്രിംഗ് തിയറി എന്ന് പറഞ്ഞ വേറൊരു പേപ്പറായിരുന്നു. പിന്നെ ഇപ്പോൾ ഉള്ള മാറ്റർ ആൽക്കമി തിയറമാണ് ഈ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്തത്. ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊണ്ടയിൽ ഐസ് കുടുങ്ങി. അപ്പോൾ ഒരു തോട്ട് വന്നേ, ഒരു വാട്ടർ ബോട്ടിൽ അതിൽ ഐസ് നമ്മളിട്ട് മെൽട്ടാവാത്ത ഐസല്ലേ, എന്നിട്ട് നമ്മളതിൽ വെള്ളം പിന്നെ നിറച്ച്, പിന്നെ നമ്മൾ ആ ബോട്ടിൽ സീലാക്കി, അതിൽ നിന്ന് വെള്ളം വരില്ല ഇനി. എന്നിട്ട് ആ ഐസ് മെൽട്ടാകുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളൊരു തോട്ടാണ് വൈറ്റ് ഹോളിനെ കുറച്ച് വന്നത്. ഇവിടെ അടുത്ത് പാരന്റ്സിന്റെ അടുത്തൊക്കെ പറയലുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തേലും പറഞ്ഞാൽ ഈ ഗെയിം കളിക്കലല്ലേ എന്നുള്ളൊരു ചോദ്യം അപ്പം വരും. അതുകൊണ്ടാണെന്നും പറയാനേ. വെറും പുച്ഛമായിരുന്നല്ലേ? വെറും പുച്ഛായിരുന്നു. എന്താ സർപ്രൈസ്ഡായി. ഇന്നെക്കാട്ടും സന്തോഷം ഉണ്ടായി. എനിക്ക് വലിയ ഹാപ്പി ഒന്നുമില്ല കിട്ടിയപ്പോൾ, പക്ഷെ അവർക്ക് ഭയങ്കര ഹാപ്പി ആയി. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെയാണ് ഐൻസ്റ്റൈനൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ അവിടെ പോയി പഠിക്കാനാണ് ആഗ്രഹം.